ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലും പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം മിക്സിയിലേക്കിട്ട്. മിക്സിയിൽ ഇടുമ്പോൾ പെട്ടെന്നൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് 2-3 പീസായിട്ടൊന്ന് ഉടച്ച് ഇടാം. അതിലേക്ക് ഞാനൊരു 3 ഞാലിപ്പൂവൻ പഴമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 3-4 ബിസ്ക്കറ്റ്, ഹോർലിക്സ് ബിസ്ക്കറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ പാർലേജിയാണ് എടുത്തിരിക്കുന്നത്. 3 അല്ലെങ്കിൽ 4 മതിയാവും. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാല് ഫ്രീസ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്കുള്ള ക്വാണ്ടിറ്റികളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത പകുതി നമുക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനൊരു 5 രൂപയുടെ സാഷെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഹോർലിക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇതിലേക്ക് ഐസ്ക്രീം ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഐസ്ക്രീമിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ തന്നെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിൽ ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിലൊക്കെ തന്നെ നമുക്ക് തോന്നും. ഇനി ഇതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടാലും മതി. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.